ആണ് എൻ്റെ ബ്ലൗസസ് എല്ലാം. ഇത് റിസപ്ഷൻ പട്ട്, ഇത് എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ഡേക്ക്. എനിക്ക് കളയാൻ മനസ്സില്ല, അത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പോയി സെലക്ട് ചെയ്തെടുത്ത ഒരു സാരിയാണിത്. ഇതാണ് എൻ്റെ റിസപ്ഷൻ സാരി. സാരിയാണ് കോട്ടൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് ഭയങ്കരമാണ് എൻ്റെ ബ്ലൗസസ് എല്ലാം. ഇത് എൻ്റെ കല്യാണ ബ്ലൗസാണ്. കല്യാണം മീൻസ് റിസപ്ഷൻ ബ്ലൗസാണ്. അപ്പം ഇതെല്ലാം ഇപ്പം ഇടാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസുകളാണ്. ഇതാണ് എൻ്റെ ബ്ലൗസ് കളക്ഷൻ. ഇത്രയേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ സാരി ഒന്നും ഉടുക്കാറില്ല. എന്നാലും മറക്കാൻ പറ്റാതെ ഉള്ള മെമ്മറീസ് ആയ കുറേ സാരീസും ബ്ലൗസസും വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം കളഞ്ഞു. ഇതൊക്കെ പട്ട് സാരികളാണ്. അപ്പം ഇത് ഓണത്തിനെടുത്ത സാരി. അപ്പോൾ ഈ സാരികളൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും, എൻ്റെ മെമ്മറീസുകളും എൻ്റെ പ്രശ്നങ്ങളും ടിപ്സുകളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഹായ്, ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗിൽ വന്ന് കുക്കിംഗ് വീഡിയോ ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ ഷോർട്ട് വീഡിയോയിലും ഞാൻ കുക്കിംഗ് ആണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ വീടിനെ പറ്റിയോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയ്ക്കും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബീറോ, അതിൽ ഞാൻ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങളും ടിപ്സും എല്ലാമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അതിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വാ, നമുക്ക് വീഡിയോ കാണാം. എൻ്റെ ബീറോയും അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളത് നോക്കാം. എന്തൊക്കെയാണത് വെച്ചിരിക്കുന്നതെന്ന് പറയാം. പറ്റാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്. കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ട്, എക്സ്ട്രാ ഇറിറ്റേറ്റിംഗ് സൗണ്ടായിരിക്കും. അതുകൊണ്ട് ഫാൻ ഇല്ലാതെയാണ് ഇപ്പം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ബീറോയിൽ ഈ സെക്ഷനിൽ ഇതൊന്ന് 4 ഡോർ ബീറോയാണ്. കണ്ടോ, 4 ഡോറുണ്ട്. അപ്പം ഇത് ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ സാരി, ബ്ലൗസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഈ സാരികൾ എത്രയും ഞാൻ വന്ന് ഒരു 17 വർഷത്തിന് മുമ്പ് എടുത്ത സാരി എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ ഈ കഴിഞ്ഞ വർഷം 2005 ഓണത്തിനെടുത്ത ഒരു സാരിയാണ് ഈ സാരി. ഈ ഓണത്തിനെടുത്ത സാരിയാണിത്. അതിന് മുമ്പ് വരയ്ക്കും ഒരു സാരി ഞാൻ എടുത്തിട്ടില്ല. എല്ലാം 2008, 2009 അതോടുകൂടെ ഞാൻ സാരി എടുക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് സാരി ഉടുക്കാൻ ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ എപ്പോഴും റഫ്യൂസിന് ചുരിദാർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാരികളെല്ലാം അങ്ങനെ അങ്ങ് ഇരുന്നു. അതിനുശേഷം ഒരു സാരിയും എടുത്തിട്ടില്ല. പിന്നെ അതിന് മുമ്പ് 2007 മുമ്പുള്ള ഒരുപാട് സാരികൾ ഞാൻ ആ സാരികളെല്ലാം ഞാൻ വേറെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇത്രയും സാരികളൊക്കെയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതെല്ലാം ബ്ലൗസാണ്. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നും യൂസ് ഇല്ലാതിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ സാരികളെല്ലാം ഒന്നും തന്നെ ഉടുക്കാത്തത്, എല്ലാ സാരിയും ഞാൻ ഉടുക്കാതെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിന് ശേഷം ഇപ്പോൾ 2007 ശേഷം 2008, 2009 ശേഷമൊക്കെ ഞാൻ സാരിയെ വാങ്ങിച്ചതേ ഇല്ല. കാരണം സാരി വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സാരി വാങ്ങിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇതെൻ്റെ കല്യാണ സാരിയാണ്. തിരുപ്പതിയിൽ വെച്ചായിരുന്നു എൻ്റെ കല്യാണം. അപ്പം അതിൻ്റെ ഒരു സാരിയാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ സാരി, ഇതൊക്കെ കല്യാണത്തിന് എടുത്തിട്ടുള്ള സാരികളൊക്കെയാണ്. പിന്നെ ഈ സാരി എന്ന് പറയുന്നത്, ഈ സാരി എൻ്റെ റിസപ്ഷൻ സാരിയാണ്.
റിസപ്ഷൻ സാരിയാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാട്ടിക്കാം. ഈ സാരി വന്ന് എൻ്റെ ഹസ്ബൻഡ് വന്ന് എനിക്ക് ഫസ്റ്റ് വെഡ്ഡിങ് ഡേക്ക് എടുത്തു തന്നതാണ്. അപ്പം ഈ സാരി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാരിയാണ്. എനിക്ക് മുഖ്യമായിട്ടുള്ള എല്ലാ സാരികളും മാത്രമേ ഞാൻ ഇതിൽ കാണിക്കൂ. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാരി എന്ന് പറയുന്നത് ഇതൊന്ന് എൻ്റെ ഞാനതെടുത്ത് കാണിക്കാം, പിന്നെ എടുത്ത് കാണിക്കാം. സാരിയിലെല്ലാം ഞാൻ കാണിക്കാം. ഇതൊക്കെയാണ് സാരികളൊക്കെ. കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ആവശ്യമില്ലാതെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉടുക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് ആരും ആവശ്യമില്ലാതെ ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടി ബീറോയിൽ വെക്കല്ലേ. കാരണം ഞാൻ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ സെക്ഷനിൽ നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇതാണ്, ഇത്രയേ ഉള്ളൂ. നീറ്റായി എൻ്റെ ബീറോ നീറ്റായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. കാരണം സാരി തന്നെ ഉടുക്കാറില്ലല്ലോ, പിന്നെ അങ്ങനെ നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പുറം ഇത് വന്ന് അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്ന് വെച്ചിരിക്കുന്നത് കുറച്ച് ചുരിദാർ ടോപ്സ് ഐറ്റംസ് ഒക്കെയാണ്, ചുരിദാറുകളൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്താണ്ട് ഇതൊക്കെ ചുരിദാറുകളാണ്. ഇത് ബോട്ടം. പിന്നെ ഇത് വന്ന് ഇതും കുറേ ചുരിദാറുകൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഷാളുകളാണ്. ഷാളുകൾ വന്ന് ഒരുപാട് വാങ്ങിക്കാറില്ല. കാരണം ചില ഷാളുകൾ എല്ലാ ഡ്രസ്സിനും യൂസ് ആവുന്ന രീതിയിലാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയേ ഷാളുള്ളൂ. പിന്നെ ഇവിടെ കുറേ ഷാളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ചുരിദാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ടിഷ്യൂ പേപ്പർ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ കാണിക്കാം. ഇത് വന്ന് എൻ്റെ മുടിയൊക്കെ കേൾ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് വന്ന് സ്ട്രൈറ്റനിങ് ആണ്, മെഷീനാണ്. ഇത് വന്ന് ഐക്കോണിക്കിൻ്റെയാണ്. എല്ലാം ഞാൻ ഐക്കോണിക്കിൻ്റെ കമ്പനിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നും വേറെ ലോക്കൽ കമ്പനി ഒന്നും വാങ്ങിക്കാറില്ല. ഞാനിപ്പോൾ ടിപ്സ് എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ കുറഞ്ഞ ഐറ്റം വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ അത് റിപ്പയറായി അത് ചീത്തയായി കളയുന്നതിനെക്കാട്ടിലും കൂടെ കുറച്ച് പൈസ കൂടുതൽ കൊടുത്ത് ഇതുപോലുള്ള കമ്പനി ഐറ്റങ്ങൾ വാങ്ങിക്കുന്നതാണ് ബെസ്റ്റ്. അപ്പം നിങ്ങളത് ഫോളോ ചെയ്യുക. ഇതും വന്ന് ഐക്കോണിക്കിൻ്റെയാണ്. ഇതൊക്കെ ബെസ്റ്റ് കമ്പനിയാണ്, ഒരു പ്രോബ്ലവും വരില്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇതും ഈ ഡ്രയറും അതുപോലെ തന്നെ അതും വന്ന് ഐക്കോണിക്കിൻ്റെയാണ്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഐക്കോണിക്കിൻ്റെത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ 1000-ഓ 2000-ഓ കൂടുതൽ, അല്ലെങ്കിൽ 3000-ഓ കൂടുതൽ കൊടുത്ത് വാങ്ങിച്ചാലും ഇത് നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന പുറത്ത് അത് നമുക്ക് വർക്കൗട്ടാവും. പിന്നെ ഇതെന്തൊരു സ്റ്റോർ റൂമിൽ വയ്ക്കാതെ ഈ പേസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ ഒരു മാസം കുറച്ച് സാധനങ്ങളൊക്കെ ഇത്രയ്ക്ക് സാധനമെന്ന് പറഞ്ഞ് കണക്ക് ചെയ്ത് വാങ്ങിക്കും. അങ്ങനെ എക്സ്ട്രാ വരുന്ന ഒരു ഐറ്റങ്ങളുണ്ടെങ്കിൽ ആ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങനെ ബീറോയിൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത മാസം എന്തെങ്കിലും ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കുമ്പം ഒരു മാസം വന്ന് എനിക്ക് മറ്റേ തിങ്സ് ഒന്നും ഇതുപോലുള്ള പേസ്റ്റ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ മാസം ഇത്രയും മിച്ചം കിട്ടിയ ഈ 2 പേസ്റ്റാണ് കിട്ടിയത്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിക്കും. പിന്നെ ഈ കണ്ടീഷണറും അതുപോലെ തന്നെയാണ്. കണ്ടീഷണറും വാങ്ങിച്ച് ഇതൊന്ന് എക്സ്ട്രാ ആയി. അപ്പം ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടീഷണറൊക്കെ 6 മാസം 1 വർഷം കൂടുമ്പോഴേ വാങ്ങിക്കാറുള്ളൂ. കാരണം ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്യാറില്ല, ഇച്ചിരി പോലെ എടുത്തേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒരു 1 ഇയർ വരയ്ക്കും എനിക്ക് പോവും. പിന്നെ ഇത് ബോഡി വാഷാണ്. ഇത് വളരെ വിലക്കുറവ് തന്നെയാണ്, പക്ഷേ കൊള്ളാം, നല്ലൊരു ബോഡി വാഷാണ്. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു 3 മാസം കൂടുതൽ തന്നെ പോകും. കാരണം ഇതൊക്കെ ഞാൻ ഒരു 3 ഡ്രോപ്സേ എടുത്തേ ഞാൻ അത് യൂസ് ചെയ്യാറുള്ളൂ. കാരണം എക്സ്ട്രാ എടുക്കുന്നത് വേസ്റ്റാണ്, അതുകൊണ്ട് എടുക്കാറില്ല. വെറുതെ എന്തിനാ നമ്മൾ കാശ് കളയുന്നത്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുമെങ്കിലും ഇതൊക്കെ നല്ല എന്താ പറയുക, കുറച്ച് മാത്രമേ യൂസ് ചെയ്ത് അത് ലോങ് ടൈം ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ വരുന്ന ഐറ്റങ്ങൾ അപ്പം സ്റ്റോർ റൂമിലാണ് എല്ലാം വാങ്ങിച്ച് സ്റ്റോർ റൂമിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് എക്സ്ട്രാ വരുന്ന ഐറ്റങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ ഇതൊരു സ്പ്രേ ബോട്ടിലാണ്. ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളൂ. കാരണം എനിക്കൊരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സാധനം ഞാൻ വാങ്ങിക്കുന്നെങ്കിൽ
കാലിയായ ബോട്ടിൽ ഉടനെ ഡിസ്പോസ് ചെയ്യുക. അത് എത്ര ഭംഗിയുള്ളതായെങ്കിലും ഞാൻ അതിനെ ഉടനെ ഡിസ്പോസ് ചെയ്യും. എനിക്കത് സൂക്ഷിക്കുന്നത് ഇഷ്ടമല്ല. കാരണം നമ്മളങ്ങനെ സൂക്ഷിക്കുമ്പോൾ വീട്ടിൽ ഒരുപാട് ചവറുകൾ ചേരുകയും പിന്നെ വീട് ക്ലീൻ ചെയ്യാനും നമ്മൾക്ക് കഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഈ ഡ്രയറിൽ ഫുള്ള് എൻ്റെ ഹോസ്പിറ്റൽ ഫയലുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഫയലുകളും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതൊക്കെയാണ് ഇതിലിരിക്കുന്നത്. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും അതിനെക്കുറിച്ചും എനിക്ക് എന്താണ് അസുഖം അതിനെപ്പറ്റിയും ഞാൻ ഒരു വീഡിയോ പിന്നീട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇടാം. ഇങ്ങനെ അസുഖങ്ങൾ വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ എൻ്റെ കെയർലെസ് കൊണ്ടാണ് എനിക്ക് അസുഖം വന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ അസുഖങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ അതിന് നിങ്ങളുടെ ജീവിത സ്റ്റൈൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ടിപ്സും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുള്ളാണ് നിംസ് ഹോസ്പിറ്റലിലാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നീട് പറയാം. പിന്നെ ഇതിലെന്തൊരു ഇപ്പോൾ എല്ലാം ക്യാഷൊന്നും ആരും വെച്ചിരിക്കാറില്ല, എല്ലാം ഓൺലൈനിലാണ്. പക്ഷേ ഒരു 500 മാത്രമേ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് എൻ്റെ ബാഗാണ്. അതുപോലെ ബാഗിൻ്റെ കാര്യവും പറയാം. അതുപോലെ ബാഗിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ബാഗ് ഞാൻ അതേപോലെ തന്നെ ഒരു ബാഗ് ചീത്തയായി അത് ഡിസ്പോസ് ചെയ്തതിന് ശേഷം അടുത്ത ബാഗ് വാങ്ങിക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് ബാഗ്, എനിക്ക് ഒരുപാട് കളർ ബാഗ് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമേ കിടயாது. അപ്പോൾ എനിക്ക് ഒന്ന് വെച്ച് ഞാൻ സൂക്ഷിച്ച് ഇത് കുറച്ച് ചീത്തയാകുമ്പോൾ ഇത് കളഞ്ഞിട്ട് വേറൊരു ബാഗ് വാങ്ങിക്കും. ഇങ്ങനെ കാശ് ഞാൻ അങ്ങനെയൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഇരിക്കുന്ന സാധനം നീറ്റായിട്ടിരിക്കണം. ഇവിടെ കുറച്ച് ഷാൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷാളും ചുരിദാർസും ഇതൊക്കെ ചെറുതായിപ്പോയി. കാരണം അപ്പം നിങ്ങൾക്ക് കാണുമ്പം ഈ ബീറോയിൽ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിറച്ച് കംപ്ലീറ്റ് നിറച്ചൊന്നും വെച്ചാൽ നമ്മൾ ഒരു സാധനവും എടുക്കാനോ വെക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ എനിക്ക് എക്സ്ട്രാ അവിടെ കുറച്ച് ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു സെൽഫുണ്ട്. അവിടെ ഞാൻ എൻ്റെ വീട്ടിലിടുന്നത് റഫ്യൂസിനുള്ള ചുരിദാർ, നൈറ്റീസ്, അങ്ങനെയുള്ള ടവൽസ് എല്ലാം ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങളുടെ പിന്നീട് ഒരു ദിവസം കാണിക്കാം. ഇവിടെ കുറച്ച് നല്ല സാധനങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ബീറോയിൽ ഇവിടെ വെച്ചിട്ടുള്ളൂ. റഫ്യൂസിനുള്ള ഒരു ഡ്രസ്സും ഒന്നും ഞാനിവിടെ വെച്ചിട്ടില്ല. അപ്പം ഇത്രയാണ്. അപ്പം സാരിയുടെ കാര്യം, ഈ ബ്ലൗസിൻ്റെ കാര്യമൊക്കെ പറയാം. ഇതാകണ്ട, ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസുകളാണ്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസല്ല, ഇത് സ്റ്റിച്ചിങ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ മോള് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ്. അവൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് ആ ബ്ലൗസ്. ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഇതൊക്കെ വേസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ 1500 രൂപ 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, സെറ്റായില്ല. ഇതൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറേ ഇല്ല, അങ്ങനെ തന്നെ എടുത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഈ ബ്ലൗസുകൾ മാത്രം കുറച്ച് താഴെ വീണ്, ബീറോ തുറന്നപ്പോൾ എല്ലാം താഴെ വീണുകൊണ്ട് കൊളക്കുളവെന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. ഈ ബ്ലൗസൊക്കെ ഇപ്പം അതായത് എൻ്റെ പഴയ ബ്ലൗസൊക്കെ ചീത്തയായപ്പം ശരി റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയി വാങ്ങിച്ചതാണ്. പക്ഷേ അത് എനിക്ക് സെറ്റായില്ല. ഇതും അങ്ങനെയാണ്. ഒരു ബ്ലാക്ക് ബ്ലൗസ് വാങ്ങിച്ചാൽ എല്ലാ സാരിയുടെയും കൂടെയും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങളൊന്നും ഇങ്ങനെ കാശൊന്നും വേസ്റ്റ് ചെയ്യല്ലേ. എനിക്ക് കാശ് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിൽ ഒരു താല്പര്യം ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇപ്പോൾ ഒരു ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ 700 രൂപ 800 രൂപ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിൽ വർക്കൊക്കെ വെക്കണമെങ്കിൽ 1500 1000 ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഒരു ബ്ലൗസിന് വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം സാരി ഉടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളമാണ്. എന്താണെന്നറിയില്ല, മുമ്പൊക്കെ സാരി ഉടുക്കും, ഇപ്പൊക്കെ സാരി ഉടുത്ത ഒരു വെപ്രാളമാണ്, ഉടനെ അഴിച്ച് കളയണം, അങ്ങനെ ഒരു വെപ്രാളമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ സാരിക്ക് ബ്ലൗസിനൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ ഇത് എൻ്റെ മെമ്മറീസ്, അതായത് എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ സാരികൾ മാത്രമാണ് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാടൊക്കെ കളഞ്ഞു, ഒരുപാടൊക്കെ സൂക്ഷിച്ചിരിക്കണം. ഇതെല്ലാം ഈ സാരികളെല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്ന സാരികളാണ്. അപ്പം ഈ സാരി ഇതൊന്നും ഞാൻ ഇതുവരേക്കും ഉടുത്തിട്ടില്ല. പക്ഷേ അവരെനിക്ക് തന്നതുകൊണ്ട് ഞാനത് പൊട്ടീഷൻ മാതിരി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ സാരിയെപ്പറ്റി, ഇത് എൻ്റെ അമ്മ തന്നതാണ്. ഈ സാരിയെപ്പറ്റി ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അപ്പം എൻ്റെ ഇത് എൻ്റെ അമ്മ എനിക്ക് തന്ന സാരിയാണ്. പക്ഷെ ഒരു ദിവസം ആഗ്രഹം കൊണ്ട് എടുത്ത് ഉടുക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പം അത് മടക്ക് അങ്ങനെ ഇരിക്കുകയാണ്. പുതിയ സാരിയാണ്. അപ്പോൾ ആ മടക്കിൻ്റെ അടുത്ത് വെച്ച് കണ്ടില്ലേ, ആ മടക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലം വെച്ച് അങ്ങ് കീറിപ്പോയി. പക്ഷേ ഇതെനിക്ക് കളയാൻ മനസ്സില്ല.
അത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലം വരയ്ക്കും എൻ്റെ അമ്മാവി അമ്മയുടെ ജ്ഞാപകാർത്ഥമായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചിരിക്കുകയാണ്. കാരണം അവരെനിക്ക് തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം എൻ്റെ അമ്മാവി അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടാൽ വഴക്ക് പറയുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഓക്കെ, വഴക്ക് പറഞ്ഞാൽ വാങ്ങിക്കാം അല്ലേ. എൻ്റെ ജീവനാണ്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എടുത്തു തന്നതാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി സെലക്ട് ചെയ്തെടുത്ത ഒരു സാരിയാണിത്. ഉടുക്കുമ്പോഴും അത്ര ഭംഗിയായിരുന്നു. ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സാരിയായിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഉടുത്തത് കൊണ്ട് ഒരു പ്രാവശ്യം വെള്ളത്തിലിട്ട് കുറച്ച് മുക്കി വയ്ക്കാമെന്ന് നോക്കിയപ്പം അതും ഇങ്ങനെ കീറിപ്പോയി. പക്ഷേ ഇത് നല്ല വില ഉള്ള ഒരു സാരിയാണ്. അത് ഇങ്ങനെ ആയിപ്പോയി. എന്നാലും ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ എടുത്തു തന്നതുകൊണ്ട് ഇത് കളയാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. അതുകൊണ്ട് ഞാൻ ഇതും അങ്ങനെ കീറിയാലും ഇതും അങ്ങനെ സൂക്ഷിച്ച് ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് കല്യാണ സാരിയാണ്. ഇത് കല്യാണം മീൻസ് റിസപ്ഷൻ സാരിയാണ്. ഇതാണ് എൻ്റെ റിസപ്ഷൻ സാരി. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? പക്ഷേ ഇതൊക്കെ ഉടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒരു ഫങ്ഷൻ വീട്ടിൽ ഇപ്പോൾ പോകാറില്ല. കാരണം എൻ്റെ 2 കാലിൻ്റെ മുട്ടും ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയപ്പം ഞാൻ നടക്കുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ ഏറുമ്പം ഒരുമാതിരി കഷ്ടപ്പെട്ട് പോകുമ്പോൾ എല്ലാവരും ഒരുമാതിരി നോക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം ഷോപ്പിംഗ് പോകുന്നത് പോലും ഞാൻ അവോയ്ഡ് ചെയ്തു. കാരണം നമ്മൾ തുള്ളി ചാടി കളിച്ച് ഓടി ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് നമ്മളെ കാലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വല്ലാതെ ഒരു ദുഃഖമാണ്, കഷ്ടം കൊടുക്കുന്നുണ്ട് എൻ്റെ മനസ്സിന്. അതുകൊണ്ട് ഞാനിപ്പം ഒരു ഫങ്ഷൻ വീട്ടിലും പോകാറില്ല, ഷോപ്പിങ്ങിന് പോലും പോകാറില്ല. കാരണം ആ സ്റ്റെപ്പൊക്കെ ഏറുമ്പം വളരെ കഷ്ടപ്പെട്ടാണ് ഏറേണ്ടത്. അതുകൊണ്ട് ഞാൻ പോകാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണം. അതായത് തിരുപ്പതിയിൽ വെച്ചായിരുന്നു എൻ്റെ കല്യാണം. തിരുപ്പതി അറിയാമല്ലോ, അവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണം. അപ്പം അതിനെടുത്ത കല്യാണ സാരിയാണ് ഇത്. ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണം. എനിക്ക് കൊള്ളാമോ? കൊള്ളാമെങ്കിൽ പറയണേ. എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ചെയ്യണേ. ഞാൻ 1.5 വർഷം വീഡിയോ ഇടാതിരുന്നത് ഒരു തെറ്റാണ്. പക്ഷേ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇപ്പം ഓടുന്നതും ഇല്ല. പിന്നെ ഇത് ഈ ഓണത്തിന് 2025 ഓണത്തിന് ആഗസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എടുത്തിട്ട് തന്ന സാരിയാണിത്. ഇതാണ് ഈ സാരിയാണ്. ഇതാണ് ഇപ്പം റീസെൻ്റ്ലി, അതായത് 2009-ലോ 8-ലോ എന്തോ സ്റ്റോപ്പ് ചെയ്ത് സാരി എടുക്കുന്നത് നിർത്തി. അതിനുശേഷം 2025-ലാണ് ഞാൻ സാരി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടക്കാലത്തിലൊന്നും ഞാൻ സാരി എടുത്തിട്ടേ ഇല്ല. കാരണം രാവിലെ ആകുമ്പം ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് ഓടണം. അപ്പം സാരിയൊക്കെ ഉടുത്തോണ്ട് പോകാനുള്ള ടൈം കിട്ടത്തില്ല. വീട്ടിലെ പണിയൊക്കെ നോക്കിയിട്ട് അതിനുശേഷം സാരി ഉടുത്തോണ്ട് നിൽക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പം പറന്ന് എന്തെങ്കിലും ഒരു ചുരിദാർ എടുത്തിടും, പോവും. അങ്ങനെയാണ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് വേറൊരു മെമ്മറി സാരിയും ഉണ്ട്. അതിനെപ്പറ്റി ഇത് ഞാൻ എൻ്റെ ഫോട്ടോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും. ഈ മഞ്ഞ കളറിൽ എനിക്ക് അത്ര താല്പര്യം, പക്ഷേ ഈ ബ്ലൂ കളർ എനിക്ക് ഇഷ്ടമാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തി എൻ്റെ മാരേജ് ആയ സമയത്ത് എനിക്ക് തന്ന ഒരു സാരിയാണ്. 2 സാരി അവർ തന്നു. അതിൽ ഒരു സാരി ഞാൻ ഉടുത്തോണ്ട് അത് വെള്ളത്തിൽ നനയ്ക്കാത്ത സാരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ അത് ഉടുത്തോണ്ട് എന്ത് ചെയ്ത് ഇവിടെ പോയി, ബീച്ചിൽ പോകുമ്പോൾ ഞാൻ കാല് നനയ്ക്കത്തില്ലെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ അവിടെ എല്ലാവരും കായലിൽ നനയ്ക്കുന്ന കണ്ടപ്പം എനിക്കും ആഗ്രഹം വന്നു. ഞാൻ കയറി കാലിൽ നനയ്ക്കാൻ പോയപ്പോൾ മൊത്തം സാരിയും കുളമായി. ആ സാരി അത് എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ, അതങ്ങ് പോയി. പക്ഷെ അതുകൊണ്ട് അവർ തന്ന 2 സാരിയിൽ ഈ ഒരു സാരിയാണ് എനിക്ക് ബാക്കി. അപ്പോൾ ഈ സാരി ഞാനിങ്ങനെ ഇതും പൊട്ടീഷൻ മാതിരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പൊട്ടീഷൻ മാതിരി വെച്ചിരിക്കുന്ന 5 സാരി ഉണ്ട്. ഒന്ന് ഈ സാരി, ഒന്ന് എൻ്റെ അമ്മാവി അമ്മ തന്ന ഈ സാരികളെല്ലാം, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് തന്ന സാരി, പിന്നെ എൻ്റെ കല്യാണ സാരി, പിന്നെ ഒന്ന് റിസപ്ഷൻ സാരി. അപ്പം അതിനുശേഷം സാരി ഒന്നും എടുത്തിട്ടില്ല. അഥവാ എടുത്തെങ്കിലും
ഇവിടെ വെക്കാനുള്ള സ്ഥലമില്ല. കാരണം ഇങ്ങനെ കുത്തി കുത്തി അമ്മിക്കൊക്കെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇതാ കണ്ട ഒരു സാരി എടുത്തപ്പോൾ തന്നെ ഇതാ ഇവിടെയൊക്കെ എല്ലാം പോയി. പിന്നെ എല്ലാം പട്ട് സാരികളാണ്. അപ്പം ഒന്നും ഉടുക്കാത്തത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ചുരിദാറൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാടൊന്നും കളക്ട് ചെയ്ത് വെക്കൂല. കാരണം ചുരിദാറൊക്കെ ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചാൽ അത് എന്നാ പ്രശ്നമെന്നാ കൊണ്ട് വെച്ച് സൂക്ഷിക്കുമ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പം ഈ ബീറോ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഇപ്പം ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5 ചുരിദാർ സെറ്റ് എടുത്തിട്ട് 5 എണ്ണം ഞാൻ അങ്ങ് ഡിസ്പോസ് ചെയ്യും. അത് ഡിസ്പോസ് ചെയ്യുന്നത് നല്ലതല്ല. കുറച്ച് നല്ല കളറൊക്കെ പോയി ഒരുപാട് കളർ ഫെയ്ഡൊക്കെ ആയി ഒരുമാതിരി ആകുമ്പം ആ 5ഉം അങ്ങ് ഞാൻ ഡിസ്പോസ് ചെയ്യും. നൈറ്റിയും അങ്ങനെ തന്നെ 5 എണ്ണം എടുക്കുമ്പോൾ 5 എണ്ണം ഡിസ്പോസ് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഇപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ചുരിദാറൊക്കെ വളരെ കുറവായിരിക്കും. ഞാൻ കുറവായിട്ടേ വെച്ചിരിക്കുകയുള്ളൂ. കാരണം ഞാൻ എടുക്കുന്നത് 5 എണ്ണം എടുക്കുമ്പോൾ 5 എണ്ണം ഡിസ്പോസ് ചെയ്യും. ഇങ്ങനെ ഒരു ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ നൈറ്റി സെക്ഷനൊക്കെ അവിടെ ഇരിക്കുകയാണ്. നൈറ്റി സെക്ഷൻ, റഫീസിന് ഇടുന്ന ചുരിദാർ, അങ്ങനെ കുറച്ച് കളർ ഫെയ്ഡൊക്കെ ആയതൊക്കെ ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം പുതിയത് കുറച്ച് നല്ലത് മാത്രം ഇവിടുത്തെ ബീറോയിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സാരി ഉടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് എം ആയിരുന്നു എൻ്റെ അളവ്, പിന്നെ എല്ലായി, പിന്നെ അതിനുശേഷം XL-ആയി, ഇപ്പോൾ XXL. ഇതൊക്കെ XXL ആണ്. അപ്പം ഇത്രയ്ക്ക് ലൂസായിട്ട് ഇട്ടാൽ തന്നെ എനിക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഒരുമാതിരി വെപ്രാളം. മുമ്പൊക്കെ ഡ്രസ്സ് ഇടുമ്പം അയ്യോ ബോഡി സ്കിൻ ടൈറ്റൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ ഡോട്ടൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് ഭയങ്കര ടൈറ്റായിട്ടാണ് ഡ്രസ്സ് ഇടുന്നത്. അങ്ങനെ ഇട്ട ഞാൻ ടോട്ടലി ചേഞ്ചായി. എനിക്കിപ്പോൾ പറ്റത്തേ ഇല്ല. എനിക്ക് ഇച്ചിരി ടൈറ്റായാൽ അയ്യോ വെപ്രാളം. എനിക്ക് അത് മാത്രമല്ല, മുമ്പൊക്കെ എങ്ങനെയുള്ള മെറ്റീരിയലായിരുന്നാലും മുമ്പുള്ളൊക്കെ ഡ്രസ്സ് ഞാൻ ഇടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം നല്ല പ്യൂർ കാട്ടൺ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇടാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ അളവ് മാറെ ഞാൻ ഒരുപാട് ഡ്രസ്സൊന്ന് പുറത്തെല്ലാവർക്കും കൊടുത്തു. ഇപ്പം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ കുറച്ച് ഭയമാണ്. കാരണം ഇന്നും വെയിറ്റ് കൂടിക്കൊണ്ട് പോയാൽ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നാൽ അതെനിക്ക് വേസ്റ്റ് ആവും. നമ്മൾ മണിയൊക്കെ അങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അത് ഡ്രസ്സിന് ഈ കവറിങ് അങ്ങനെയുള്ള ഐറ്റങ്ങൾക്കൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ കാശ് ചിലവഴിക്കുമ്പം വളരെ തിങ്ക് ചെയ്ത് ആലോചിച്ച് തന്നെ ഞാൻ ചിലവ് ചെയ്യും. ഇത് വേണോ, ഇത് യൂസ്ഫുൾ ആണോ, ഇത് നമ്മൾ യൂസ് ചെയ്യുമോ, എന്തിന്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരുപാടെടുത്ത് ഫാഷൻ ഇപ്പം ദിവസം ഫാഷനുകൾ മാറുകയാണ്. അപ്പം മെറ്റീരിയൽ മാറുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് ഡ്രസ്സ് ചേർത്ത് വയ്ക്കുന്നത് എന്താ പറയുക, അതിലെനിക്ക് വലിയ ഇഷ്ടമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. അപ്പം ബൈ. അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം.